നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് വിദേശ രാജ്യത്തെ ഒരു ഹോട്ടലിൽ താമസിച്ചത് 7 ലക്ഷം രൂപ ഡെയിലി കൊടുത്താണ് എന്ന് കേട്ടപ്പോൾ അന്തം വിട്ടുപോയി. പ്രയാസം വന്നു, ദേഷ്യം വന്നു, മനസ്സ് വികാരത്താൽ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ ബാല്യകാലം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ഭക്ഷണമില്ലായിരുന്നു, വസ്ത്രമില്ലായിരുന്നു, പഠിക്കാൻ നിർവാഹമില്ലായിരുന്നു. അങ്ങനെ നിത്യ ദാരിദ്ര്യത്തിലൂടെ വളർന്നു വന്ന ഈ രാഷ്ട്രീയ നേതാവ് ആണ് വിദേശ രാജ്യത്ത് ഒരു ദിവസ വാടകയ്ക്ക് 7 ലക്ഷം രൂപ കൊടുത്ത് താമസിച്ചെന്ന് കേട്ടപ്പോൾ അന്തം വിട്ടുപോയി. നമ്മുടെ നാട് വികസിച്ചു വികസിച്ചു എന്ന് വെറുതെ വായ്ത്താരിടുമ്പോൾ നവോത്ഥാനം ഉണ്ടായി, ആളുകൾക്കെല്ലാം ജോലിയായി, സുഖകരമായ ജീവിതമായി എന്നൊക്കെ നമ്മൾ വീമ്പടിക്കുമ്പോഴും പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രമേയ രോഗികളായി നമ്മുടെ നാട്ടിൽ പാർക്കുന്നത്. 1000 രൂപ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേരം ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അതിന് നിർവാഹമില്ലാതെ നെട്ടോട്ടമോടുന്ന ദരിദ്രരായ രോഗികളായ ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. നമ്മുടെ നാട് സ്വയം പര്യാപ്തയിലെത്തി, വളർന്നു, വികസിച്ചു, നാട് പുരോഗതിച്ചു എന്നൊക്കെയാണ് വീമ്പിളക്കുന്നത്. ക്യാൻസർ രോഗികളുടെ തന്നെ വലിയൊരു നിരയുണ്ട്. ലക്ഷക്കണക്കിന് ക്യാൻസർ രോഗികളുണ്ട്. ചെറിയ തുക കൊണ്ടൊന്നും അവരുടെ ചികിത്സിച്ച് അവരെ ഭേദമാക്കാൻ സാധ്യമല്ല. ചികിത്സിച്ച് വസ്തുവക നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടും, കൂടെ കൂട്ടിയിരിക്കുന്ന ആളിന്റെയും അവസ്ഥ കഷ്ടകാല പ്രയാസത്തിലായി പോവും, അവരുടെയും ജോലി നഷ്ടമാവും, അവസാന രോഗി മരിച്ചു പോകും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിത്യ സംഭവം. ആരോഗ്യ രംഗത്തൊന്നും ഒരു മാറ്റവും വരുത്തുവാനായിട്ട് ഇന്ന് കേരളത്തിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ, കൃഷി ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടമായി അത് തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇത് പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരാൾ കാർഷിക കടഭാരത്താൽ തുക തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതെ ആത്മഹത്യ ചെയ്ത ഒരാളിന്റെ കഥ ടി വിയിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ പഠനത്തിന് വേണ്ടി പണമെടുത്തതിന് ശേഷം ആ പഠനം തുടരാൻ കഴിയാത്തവര് അത് തുടർന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ബാങ്കിലെ ലോൺ അടയ്ക്കാൻ നിർവാഹമില്ലാതെ പലിശയ്ക്കുമേൽ പലിശ കയറി കഴിയുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ ജീവിതാവസ്ഥ നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. ഭവനരഹിതർ ധാരാളമുണ്ട്. എത്ര ലക്ഷം വീട് വെച്ചു കൊടുത്താലും അതുകൊണ്ടൊന്നും കേരളത്തിന് മതിയാകുകയില്ല. ലക്ഷക്കണക്കിന് ആളുകൾ വീടില്ലാത്തവരായിട്ടുണ്ട്. ഇങ്ങനെ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും കഷ്ടപ്പാടിലും പ്രയാസത്തിലും ജീവിതം തള്ളി നിൽക്കുന്ന കേരള ജനതയുടെ നായകനായ ഒരു മനുഷ്യനാണ് വിദേശത്ത് പോയി ഒരു ദിവസത്തെ ഹോട്ടൽ മുറിയുടെ വാടക 7 ലക്ഷം രൂപ കൊടുത്ത് താമസിച്ചത്. കേട്ടപ്പോൾ ചങ്ക് ഒടിഞ്ഞുപോയി. കൂടുതൽ ഞാൻ വികാരത്താൽ ഒന്നും സംസാരിക്കുന്നില്ല. ആ വീഡിയോ നിങ്ങൾ കേൾക്കുക. 24 ചാനലിൽ കിറ്റക്സിന്റെ ഉടമ ശ്രീ സാബു ജേക്കബ് പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്ത ഈ രാഷ്ട്രീയ നേതാവിനോടൊപ്പം പോയി യാത്ര ചെയ്ത ആ മഹാൻ താമസിച്ച 7 ലക്ഷം രൂപ വിലയുള്ള ഹോട്ടലിന്റെ വിവരങ്ങളും കൂടെ താമസിച്ചപ്പോൾ അനുഭവങ്ങളും ശ്രീ സാബു ഇവിടെ പങ്കുവെക്കുകയാണ്. നമ്മൾ സശ്രദ്ധം കേട്ടിട്ട് നമ്മൾ വിലയിരുത്തുക. ഇദ്ദേഹം രാഷ്ട്രീയ നേതാവാണോ അതോ ഇദ്ദേഹം ഹിറ്റ്ലറാണോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. പിണറായിലേക്ക് ഞാൻ ചേരാനായിട്ട് ഞാനിപ്പോ ആ ബന്ധം വളർന്നു. അതേ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങള് കേരളത്തിൽ നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സംസ്ഥാനമായിട്ട് മാറും, രക്ഷപ്പെടും, ജനങ്ങൾ രക്ഷപ്പെടും എന്ന് തോന്നി. അപ്പോ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇരട്ടച്ചങ്കനാണ്. ഞാനും മനസ്സിലാക്കിയപ്പോൾ വളരെ സത്യസന്ധനായിട്ടുള്ള, വളരെ ആർജവമുള്ള, ഏതും നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹമായിട്ട് ഇടപഴകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം ഈ ഇരട്ടച്ചങ്കനും സത്യസന്ധമായിട്ട് പറയുന്നു. ആദ്യം കയറിയ ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയും പ്രവർത്തനവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം തോന്നി. ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ട് എനിക്കെന്തായാലും ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഈ കേരളത്തെ നന്നാക്കാൻ സാധിക്കില്ല. അപ്പൊ എന്റെ മനസ്സിലുള്ള ആശയങ്ങൾ ഇദ്ദേഹത്തിൽ കൂടി നമുക്ക് ഈ കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കാം. ആ ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ കൂടിയത്. അപ്പൊ നമ്മൾ പറയില്ലേ ഈ അണ്ടിയോട് അടുക്കുമ്പോഴാണ് പുളി അറിയുന്നതെന്നുള്ളത്. അപ്പൊ ഈ ഭരണപരമായിട്ട് ഞാൻ ഇടപെട്ട് അദ്ദേഹമായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പല പ്രവർത്തനങ്ങളിലും എനിക്ക് വളരെ ദുരൂഹതകളും ആശങ്കകളും തോന്നി. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട് സംസാരിച്ചിരുന്ന ഒരു പിണറായി അല്ല യഥാർത്ഥ പിണറായി.
അതെ, അത് തോന്നിയത് കൊണ്ടാണ്, പലപ്പോഴും തോന്നി, ഞാനത് പലപ്പോഴും എൻ്റെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ സംസാരിക്കുന്നു. പക്ഷേ വീണ്ടും ഇതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് രാഷ്ട്രീയമല്ലേ. അപ്പം ഞാനും പലപ്പോഴും എന്നോട് പറയും അത് രാഷ്ട്രീയമാണ്, ഫണ്ട്സ് കുറവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ വിശ്വസിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർഭാടവും, പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു നേരം പോലും ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ കേരളത്തിൽ അദ്ദേഹം പോയിട്ട് ഓരോ സമയം ലഞ്ചായിക്കോട്ടെ ഡിന്നർ ആയിക്കോട്ടെ ആർഭാടത്തോട് ലക്ഷങ്ങൾ മുടക്കിയുള്ള ഭക്ഷണം, അതുപോലെ താമസിക്കുന്ന ഹോട്ടലുകൾ 3 ലക്ഷം രൂപയും 4 ലക്ഷം രൂപയും ഒരു രാത്രിക്ക് വരുന്ന ഹോട്ടൽ റൂമുകൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആർഭാട ജീവിതം വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ല എന്ന്. ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പാരീസിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ബുക്ക് ചെയ്ത റൂമിന് ഏതാണ്ട് 7 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ അതേ ഹോട്ടലിൽ തന്നെ ഞാനും താമസിക്കുന്നല്ലോ. എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എന്നെ സംബന്ധിച്ച് വ്യവസായിയാണ്, 7 ലക്ഷം രൂപയുടെ ഹോട്ടൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നുള്ളത്. ഞാൻ സാധാരണ ഒരു 7,000 റുപ്യ അല്ലെങ്കിൽ 16 റുപ്യയിൽ കൂടുതലുള്ള ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടില്ല. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അത് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ ഒരു വീട് പണിയാലോ.